ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തുക്കളാകും. എല്ലാം പീരങ്കികളും നിശബ്ദമായി തുരുമ്പിക്കും. എല്ലാം സുൽത്താൻമാരും വെളിച്ചം കടക്കാത്ത ഗുഹയിലൂടെ ഒളിച്ചോടും. ഉറക്കച്ചടവില്ലാതെ നമ്മുടെ കുട്ടികൾ ഇതെല്ലാം കൗതുകപൂർവ്വം നോക്കിക്കാണും. കടമ്പനിട്ട് രാമകൃഷ്ണന്റെ കണ്ണൂർ കോട്ടകളിൽ പറയുന്നത് പോലെ ഒരു പ്രത്യാശയിലാണ് ഒരു കൂട്ടം വനിതകൾ വിമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടനയ്ക്ക് തുടക്കം കുറിച്ചത്. അന്ന് പരിഹസിച്ചവരും മുറിവിൽ ഉപ്പ് പുരട്ടിയവരും എത്രയോ പേർ. ഒടുവിൽ മലയാള സിനിമയുടെ തിരശ്ശീലയ്ക്ക് പിന്നിൽ ചമയത്തിന്റെ മേമ്പൊടി കൊണ്ട് ഒതുക്കി വെച്ചതെല്ലാം പുറത്തറിയാൻ അവരുടെ പ്രയത്നം വേണ്ടിവന്നു. അടക്കം പറഞ്ഞിരുന്നതെല്ലാം പരമസത്യമാണെന്ന് പുറത്തറിയിക്കാൻ അവരുടെ പോരാട്ടം വേണ്ടിവന്നു. എന്നിട്ടും ഇപ്പോഴും അവഹേളനം തുടരുകയാണ്, അധിക്ഷേപം തുടരുകയാണ്. ഇന്നും കണ്ടു അങ്ങനെയൊരു കാഴ്ച. മാറ്റം ഇപ്പോഴും ദൂരെയോ എന്നാണ് ചോദ്യം. ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. പ്രോഡക്റ്റുകൾ പകുതി വിലയിൽ വരെ വിറ്റഴിക്കുന്നു. മാക്ടയുടെ സമ്മേളനത്തോടനുബന്ധിച്ച് മാക്ടയുടെ അംഗം അമ്പിളി എന്ന സംവിധായകൻ WCC വിമൺ ഇൻ ക്യാൻസർ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വരച്ച ചിത്രമാണ് ഇന്നത്തെ വാർത്താദിനത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. ഈ വിഷയത്തിൽ പ്രതികരണവുമായി അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ, സാമൂഹ്യ പ്രവർത്തകൻ, മാക്ട അംഗം സംവിധായകനുമായ അമ്പിളി നേരിട്ടു തന്നെ ചർച്ചയിൽ പങ്കുചേരുന്നു. ഒപ്പം ധന്യാരാമനും നമുക്കൊപ്പമുണ്ട്. ആദ്യം ഞാൻ അമ്പിളിയിലേക്ക് പോകുന്നു. അമ്പിളി, അങ്ങനെ ഒരു ചിത്രം വരയ്ക്കാനിടയായ സാഹചര്യം എന്താണ്? ഞാൻ അരുൺകുമാർ, ഞാനെന്തെങ്കിലും സംസാരിച്ചിട്ട് ഇത് വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് തീർച്ചയായിട്ടും അങ്ങ് ഇടപെടണം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്നെക്കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞ റിപ്പോർട്ടിൽ വന്ന ഒരു ലൈൻസ് ഞാൻ അറിയാത്തൊരു കാര്യമാണ്. കാരണം ഒന്നാമത് ഞാൻ ആ മാക്ടയിലെ മെമ്പറല്ല. അവിടെയാണ് ഒന്ന്. ഞാൻ 94 മാക്ട രൂപീകരിച്ചപ്പോൾ ജോൺ പോളും KG ജോർജും കലൂർ ഡെന്നിസും ഉള്ള സമയത്ത് ഞാൻ അതിലത്തെ മെമ്പറായിരുന്നു. അത് കഴിഞ്ഞ് വിനയനായിട്ട് പ്രശ്നമായപ്പോൾ വിനയൻ്റെ കൂടെ നിന്ന ആളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് 2 വർഷത്തോളം വിനയം മാറിയപ്പോൾ 2 വർഷത്തോളം ഞാൻ പ്രസിഡൻറ്റും CPയുടെ കാനൻ രാജേന്ദ്രൻ ചെയർമാനായിട്ട് ഇരുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഒരു സംഘടനയായിട്ടും ബന്ധമില്ല. എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ മാക്ട എന്ന് പറയുന്ന ഈ സാംസ്കാരിക സംഘടനയുടെ ഈ കൊലക്കയറിൻ്റെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുവന്ന് നിർത്തിയത് ശ്രീമൂലനഗരം മോഹൻ എന്ന് പറയുന്ന എൻ്റെ കുടുംബ സുഹൃത്താണ്. ഓക്കെ. എന്നെ വിളിച്ചിട്ട് കഴിഞ്ഞ 2-ാം തീയതി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്പിളി എന്നൊക്കെ അത്ര വളരെ ആധികാരികമായിട്ട് വിളിക്കാവുന്ന ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. നീ വരണം, മാക്ടയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ മോനെ ഞാൻ വരില്ല, എനിക്ക് ഒന്നാമതൊരു ബന്ധമില്ല. അതാടാ നിൻ്റെ ഒരു പെയിൻറ്റിങ് ലൈവായിട്ട് വേണം, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബേസിക്കലി ഒരു ചിത്രകാരനായതുകൊണ്ടും എൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഇതിലൊക്കെ ഇവരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ മാക്ടയിലേക്ക് പോകുന്നു. ആക്ച്വലി ഞാൻ ആ ഓഫീസിൽ നിന്ന് എറണാകുളത്ത് നിന്ന് 25 വർഷങ്ങൾക്ക് ശേഷമാണ്. അവിടെ ചെന്നപ്പോൾ ഈ പറയുന്ന എല്ലാവരും ഉണ്ട് അവിടെ. ഞാൻ GS വിജയൻ എന്ന് പറയുന്ന ആ സുഹൃത്തിനെ മാത്രം അവിടെ കണ്ടില്ല. ബാക്കി എല്ലാവരും കൊണ്ട് വളരെ ഊഷ്മളമായ ഒരു സമീപനമായിരുന്നു എല്ലാവരുടേതും. അപ്പോൾ ആ കൂട്ടത്തിൽ അവരെന്നോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 7-ാം തീയതി 30ാമത്തെ വാർഷികമാണ്. ആ വാർഷികത്തിൽ അമ്പിളിയുടെ ഒരു ലൈവ് പെയിൻറ്റിങ് വേണം. വേറെ 2 ആർട്ടിസ്റ്റുകൾ സിനിമാ രംഗത്ത് ഉണ്ടാവും. അപ്പോൾ അതിൽ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു 7-ാം തീയതി എനിക്ക് ഒഴിവില്ല, എൻ്റെ ബ്രദറിൻ്റെ മോളുടെ, അത് വൈഫിൻ്റെ ഏട്ടൻ്റെ മോളുടെ എൻഗേജ്മെൻറ്റാണ്, എനിക്ക് സാധ്യമല്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു കാലത്തല്ല ഉച്ചയ്ക്ക് വന്നൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടുപോയതാണ്. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് എത്താമെന്ന് പറഞ്ഞു. 2 മണിക്ക് മുമ്പ് ഞാൻ എത്താമെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് പോയപ്പോൾ എൻ്റെ മോൻ ആണ്, ഞാൻ ഡ്രൈവ് ചെയ്യില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ കൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ ആദ്യം ചെയ്തത്, അവർ ക്യാൻവാസ് തരാമെന്ന് പറഞ്ഞു, കളർ തരാമെന്ന് പറഞ്ഞു, വെച്ച് വരയ്ക്കാൻ ഈസിൽ തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പോകുമ്പോൾ ഇവിടുന്ന് ഇതെല്ലാം കൊണ്ട് കാറി കയറ്റി പോകുന്നു. അന്ന് ഞാൻ അവിടെ 2-ാം തീയതി പോകുമ്പോൾ ഒരു മെമ്മൻ്റ് അവിടെ ഇരിക്കുന്നത് കണ്ടിരുന്നു മാക്ട ഓഫീസിൽ. അത് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു തമ്പി സാറിന് കൊടുക്കാനുള്ളൊരു മെമ്മൻ്റോ ആണ്, അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ 2-ാം തീയതി വന്നതിന് ശേഷം 3, 4, 5, 6-ാം തീയതി ഞാൻ ഏകദേശം പകൽ മുഴുവനും കുത്തിരുന്ന് തമ്പി സാറിന് ഒരു പടം വരച്ചിട്ട് ആ പടത്തിൻ്റെ മുകളിൽ ഞാൻ എഴുതി, തമ്പി സാറിൻ്റെ ഒരുപാട് സ്നേഹത്തോടെ അമ്പിളി. അധിക സമയം അമ്പിളി, നമുക്ക് ആ ചിത്രത്തിലേക്ക് വന്നാൽ ആ ചിത്രം വരയ്ക്കാനിടയായ സാഹചര്യം എന്തെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നു താങ്കൾ മാക്ടയുടെ മുൻ അംഗവും മാക്ടയുടെ മുൻ ഭാരവാഹിയുമാണ്. മാക്ടയിൽ താങ്കൾ ഇപ്പോൾ ഭാരവാഹിയല്ല, പക്ഷേ താങ്കളെ ക്ഷണിച്ചതനുസരിച്ച് അവിടെ പോയി ഒരു ചിത്രം വരച്ചു കൊടുത്തു. പക്ഷേ ആ ചിത്രത്തിൽ വിമൺ ഇൻ ക്യാൻസർ എന്ന് രേഖപ്പെടുത്താനുള്ള സാഹചര്യം എന്താണ്? ആ ചിത്രം അവഹേളനപരമായി WCCക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് അരുൺകുമാറോട് ഞാൻ ഇടപെടാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ ഇതെല്ലാം കൊണ്ട് ചെല്ലുമ്പോൾ ഞാൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു.
ഞാൻ സ്ത്രീകളെ പ്രത്യേകിച്ച് ഒരു അതിജീവിത കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അതിജീവിതയുടെ ഞാനൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്ത്രീകളുടെ നഗ്ന ശരീരം മാക്സിമം അവർ ഉപയോഗപ്പെടുത്തുന്ന സിനിമാക്കാർ വിഷ്വൽസായിട്ട് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വളരെ എതിർപ്പായിട്ട് ഒരു ചിത്രം ഞാൻ പെയിൻറ്റ് ചെയ്തു. അത് ഫിലിം ആൻഡ് ഫീമെയിൽ എന്ന് പറഞ്ഞത്. അത് എൻ്റെ 3-4 എക്സിബിഷനിൽ വെച്ചുള്ളതാണ്. ഇത് ശ്രീമധുര മോഹൻ കണ്ടുള്ളതാണ്. ഒരുവിധം ആരും പേരും പറഞ്ഞില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട പെയിൻറ്റിങ്ങിൽ ഒന്നാണത്. അത് ഞാൻ എടുത്തു വെച്ചു. അത് വെച്ച് ഞാൻ അതും വെച്ചു. ഞാൻ വരയ്ക്കുന്ന ക്യാൻവാസ് എൻ്റെ ക്യാൻവാസ് വെച്ച് ഞാൻ വര തുടങ്ങിയപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ ഭാഗ്യലക്ഷ്മിയും നമ്മുടെ ശ്രീമധുര മോഹനും ഇത് നോക്കിക്കൊണ്ട് അവിടെ നിൽപ്പുണ്ട്. ഞാൻ ഈ WCC എന്ന് പറയുന്നത് നമ്മുടെ സഹോദരിമാരുടെ സംഘടനയെ താഴ്ത്തിക്കെട്ടാൻ ആയിട്ട് വരച്ചൊരു ചിത്രമേ അല്ല. ഈ WCC എന്ന് പറയുന്നത് ഈ ആൽഫബറ്റിക് ഇതിൽ ഈ അക്ഷരങ്ങളൊന്നും ആരുടെയും കുത്തകയല്ല. 50കളിൽ വേൾഡ് സിനിമ ക്രിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ടായിരുന്നു. നമ്മുടെ വിമൺ സിനിമ ക്യാൻസർ എന്ന് എഴുതിയത് എന്ത് സൂചനയാണ് നൽകുന്നത്? എന്ത് സൂചിപ്പിക്കാനാണ് താങ്കൾ എന്ന് പറഞ്ഞത്? ഞാൻ ഒരിക്കൽ പോലും ഞാൻ ഇവിടെ നടക്കുന്ന ഈ വിഴുപ്പലക്കന്നെ ഈ ചില സ്ത്രീകൾ, എല്ലാവരും ഇല്ല, ബാക്ടയിലെ പ്രധാനപ്പെട്ട ആരുമില്ല, ചില സ്ത്രീകൾ നമ്മൾ ജീവിതത്തിൽ സിനിമ സ്ക്രീനിൽ കാണാത്ത ഒരുപാട് മുഖങ്ങൾ വന്നിട്ട് പുലഭ്യം പറയുന്നതാണ് നമ്മൾ കുറേ നാളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുണ്ടാവുമെന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമ തകർന്നുകൊണ്ടിരിക്കുന്നു, അതിന്റെ അടിവേരളക്കുന്നു. താങ്കൾ ഉദ്ദേശിച്ചത് WCCA അല്ല എന്ന് താങ്കൾ പറയുന്നു. അതേസമയം തന്നെ ഇതിന്റെ പേരിൽ വിഴുപ്പലക്കൽ നടക്കുന്ന ചില ആളുകളെ സൂചിപ്പിക്കാനാണ് ആ വിമൺ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലേ? കറക്റ്റാണ് അരുൺ, അതാണ് കറക്റ്റ്, അതാണ് ഞാൻ ചെയ്തത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഉപയോഗിച്ച വിമൺ സിനിമ കളക്റ്റീവിൽ WCC ഉൾപ്പെടുകയും WCC ഉയർത്തിയ വളരെ നൈതികമായ മനുഷ്യാവകാശ പക്ഷത്ത് നിൽക്കുന്ന, സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു അവകാശത്തെ, രാഷ്ട്രീയത്തെ, സംവാദത്തെ താങ്കളുടെ ചിത്രം അവഹേളിക്കുകയും ചെയ്തതായിട്ടാണ് പൊതുവെ ഉയരുന്നത് ഒരു പ്രതീതി. ആ പ്രതീതിക്കിടയാക്കിയില്ലേ താങ്കളുടെ ചിത്രം? അല്ല 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 ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ, ഭാരതം, വേറൊരു ഇന്ത്യ ഉണ്ട്. അത് പ്രതിപക്ഷത്തെ നമ്മുടെ രാഹുൽ ഗാന്ധി ഇപ്പൊ ഇന്നലെ മരിച്ച യെച്ചൂരിയും സ്റ്റാലിനും ഉണ്ടാക്കിയുള്ള ഒരു പ്രതിപക്ഷ നിരയുടെ പേര് എന്നുള്ള പേര് വെക്കാൻ പാടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണെങ്കിലും ശരി, ഇപ്പോൾ നടക്കുന്ന ചലച്ചിത്ര മേഖലയിലെ സംവാദങ്ങളാണെങ്കിലും ശരി, അവിടുത്തെ യഥാർത്ഥ ക്യാൻസർ വേട്ടക്കാരാണോ അതോ അതിജീവിതകളായ സ്ത്രീകളാണോ? ഇവിടെ അതിജീവിതകൾ എന്ന് പറയുന്നതിൽ ഈ വന്ന് പറയുന്ന അതിജീവിതകൾ യാഥാർത്ഥ്യത്തിൽ അതിജീവിതകളല്ല. കാരണം 10, 20, 30 വർഷം കഴിഞ്ഞിട്ട് താങ്കളുടെ ചിത്രത്തിൽ വേട്ടക്കാരെ കുറിച്ച് സൂചനയില്ല, പകരം ഇരകളായി തീർന്ന സ്ത്രീകളെ കുറിച്ചുള്ള സൂചനകളാണ്. ഇരകളെ കുറിച്ചുള്ള സൂചന തന്നെയാണ്. അതിന് അപ്പുറത്തൊരു പെയിന്റിംഗ് വെച്ചിട്ടുണ്ട്, ഫിലിം ആൻഡ് ഫീമെയിൽ. അതിനെക്കുറിച്ച് പറയുന്നില്ല. അതെന്താ പറയാത്തത്? അത് സ്ത്രീകൾക്ക് വേണ്ടി ഒരു അതിജീവിത എന്ന് പറഞ്ഞിട്ട് ഒരു അന്ന് രാത്രി 2 മണിക്കൂറോളം മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ട ആ കുട്ടിയെ വെറും 1/2 മണിക്കൂറിനുള്ളിൽ അവൾ പരാതി പറഞ്ഞു. സംവിധായകൻ സിദ്ദിഖിന്റെ ലാലിന്റെ അടുത്ത് പോയി, PT തോമസിനെ MLA വിളിച്ചു വരുത്തി, വെറും അതൊക്കെ കോടതിയുടെ വ്യവഹാരത്തിലിരിക്കുന്ന വിഷയങ്ങളാണ്. വ്യാജ പരാതികൾ ഉണ്ടാവാം, ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടാവാം, ഇതുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകൾ ഉണ്ടാവാം. പക്ഷെ താങ്കളുടെ ചിത്രം WCCയെ പ്രതിനിധീകരിക്കുന്നതാണ് എന്നൊരു പ്രതീതി ജനിച്ചിട്ടുണ്ട്. താങ്കൾ ഉപയോഗിച്ച വാക്കുകൾ അതാണ്, വുമൺ സിനിമ ക്യാൻസർ. താങ്കൾക്ക് അത് മറ്റേതെങ്കിലും രീതിയിൽ ചിത്രീകരിക്കാമായിരുന്നല്ലോ. അത് എന്തുകൊണ്ടാണ് വുമൺ സിനിമ ക്യാൻസർ എന്നൊരു ടൈറ്റിൽ താങ്കൾ തെരഞ്ഞെടുത്തത്? അത് പറഞ്ഞല്ല, അത് അല്ല, ഇല്ലില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വേൾഡ് സിനിമ ക്രിറ്റിക്സ് എന്ന് പറയുന്നിട്ട് ഒരു സംഘടന ഉണ്ടായിരുന്നു 50കളിൽ. താങ്കൾ യഥാർത്ഥത്തിൽ WCCയുടെ ആശയത്തോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെ വ്യാഖ്യാനിക്കാം. WCCയുടെ ആശയത്തോടും WCCയോടും താങ്കൾ ചേർന്ന് നിൽക്കുന്നുണ്ടോ? WCC എന്ന് പറയുന്ന WCCയുടെ ഒരു കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഈ സ്ത്രീകളുടെ അവകാശത്തിനോടൊപ്പം തന്നെ
ഈ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആണുങ്ങളുടെ അവകാശത്തിനും വേണ്ടി അവർ അതാണ് എനിക്ക് മനസ്സിലായി. ഇത് തന്നെയാണ് നമ്മളുടെ ചർച്ചാ വിഷയം. അമ്പിളി അത് ഇപ്പോൾ തുറന്നു പറഞ്ഞതിന് താങ്ക് യു. അമ്പിളി യഥാർത്ഥത്തിൽ പറഞ്ഞതിനെ മുഴുവൻ റദ്ദ് ചെയ്യുന്നത് ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റിലാണ്. അമ്പിളി അത് വരച്ചിരിക്കുന്നത് പുരുഷന്മാർ കൂടി സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, പുരുഷന്മാരുടെ അവകാശങ്ങളെ കുറിച്ച് കൂടി സംസാരിക്കണം. നോക്കൂ, നമ്മുടെ സിനിമയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെ താങ്കൾ ഹേമയും അതിനകത്ത് അധിക്ഷേപിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഉദ്ദേശം താങ്കൾക്കുണ്ടായിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. ഹേമ കമ്മീഷനെ എനിക്ക് അവിടെ ഹേമ കമ്മീഷൻ എഴുതി വെക്കാറുണ്ടല്ലോ. ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഹേമ കമ്മിറ്റിയെ താങ്കൾ എങ്ങനെയാണ് ചിത്രീകരിക്കാൻ ശ്രമിച്ചത്? ഞാൻ കഴിഞ്ഞാൽ ഒരു കമ്മീഷനോ ഹേമ കമ്മീഷനോ ഒരു കമ്മീഷൻ, അത് ഹേമയോ വേറെ എന്താ ഒരു കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ അത് എൻ്റെ ഒരു റിപ്പോർട്ടും തലയിൽ വെച്ചുകൊണ്ട് അവർ ഇരിക്കുന്നു. അതിനെ താങ്ങിയിട്ട് നഗ്നരായ 3 സ്ത്രീകൾ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. റിപ്പോർട്ട് തലയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നഗ്നരായ 3 സ്ത്രീകൾ, അങ്ങൊന്ന് വിശദീകരിക്കൂ, അതെന്താണ്? അതെ, അത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മറ്റേ പെയിന്റിംഗ് എന്നോട് ചേർത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഫിലിം ആൻഡ് ഫീമെയിൽ എന്ന് പറഞ്ഞ പെയിന്റും കൂടി ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എടുത്ത് കൊണ്ടുപോകുന്നത്. ഈ ചിത്രം ഇതിലൂടെ എന്താണ് പറയാൻ ശ്രമിച്ചത്? കാരണം ഞാൻ സ്ത്രീപക്ഷത്ത് ഇതൊന്ന് പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ നമ്മൾ സിനിമയിൽ ഒരിക്കൽ പോലും മുഖം കാണാത്ത കുറെ നുണകളും വിഴുപ്പലക്കളും TV ചാനലിൽ നിന്ന് പറയാൻ പോയി മൊഴി കൊടുത്ത 52 ഇരകളും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ്. താങ്കൾ അവരെയാണ് ആ ചിത്രത്തിലൂടെ അധിക്ഷേപിച്ചിരിക്കുന്നത്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് മുഴുവൻ അവരാണ്. അതിനെ തുടർന്ന് പുറത്തു വന്ന ചില വെളിപ്പെടുത്തലുകളുണ്ട്, അതിനെ താങ്കൾക്ക് വിമർശിക്കാം. അത് ഞാൻ തന്നെ ഈ ചർച്ചയിൽ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്ന് കാട്ടിയിട്ടുണ്ട് അമ്പിളി. പക്ഷെ അമ്പിളിക്ക് പറ്റിപ്പോയ അബദ്ധം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മൊഴികൾ കൊടുത്തിരിക്കുന്നവരെല്ലാവരും അതിജീവിതകളാണ്, അത് യഥാർത്ഥ ജീവിതവുമായി ബന്ധമുള്ളവരാണ്. അതിൽ സിനിമാ താരങ്ങൾ, സുപ്രസിദ്ധ സിനിമാ താരങ്ങളുണ്ട്, വലിയ പോപ്പുലറായ സിനിമാ താരങ്ങളുണ്ട്. താങ്കൾ അവരെയാണ് അടച്ചാക്ഷേപിച്ചിരിക്കുന്നത്. ഇല്ലില്ല. ഈ 52 പേരെന്ന് പറഞ്ഞു, ഈ 52 പേരിൽ എത്ര 3 പേരെ പെണ്ണുങ്ങളാണ് വന്നിട്ട്, നമുക്ക് മുഖപരിചയമില്ലാത്ത 2-3 പെണ്ണുങ്ങൾ വന്നിട്ട് ഈ പരാതി പറയുന്നത്. വേറെ ഇതിലത്തെ പ്രധാന ആരും പേര് പറയുന്നത് പ്രധാനപ്പെട്ട ആരും ഇതിനകത്ത് മുന്നോട്ട് വന്നിട്ടില്ല. ഒരു മനുഷ്യാവകാശ പ്രവർത്തക, ഒരു പെൺകുട്ടി, അവർക്ക് ഏത് മുഖമാണെങ്കിലും ശരി, അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ അത് കേൾക്കണം. അതാണ് നമ്മളുടെ സമൂഹത്തിന്റെ ന്യായം. ആ പരാതി കേൾക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാവുന്നു. ആ കമ്മിറ്റി ആ രീതിയിൽ അവഹേളിച്ചു എന്നാണ് പൊതുസമൂഹത്തിൽ താങ്കളെക്കുറിച്ച് ചേർന്നിരിക്കുന്ന പരാതി. ഞാൻ അങ്ങേക്ക് തിരിച്ചു വരാം. ധാരാളം സമയം അങ്ങേക്ക് കിട്ടി. അങ്ങ് പറഞ്ഞത് എന്താണെന്ന് പ്രേക്ഷകർ കേട്ടു. എനിക്ക് മറ്റ് അഭിപ്രായങ്ങൾ കൂടി എടുത്തിട്ട് ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. അതിനു മുമ്പ് എനിക്കൊരു ചെറിയ ഇടവേള വേണം. മാക്ടയുടെ വാർഷികാഘോഷവേളയിൽ മാക്ടയുടെ മുൻ അംഗവും മാക്ടയുടെ മുൻ ഭാരവാഹിയുമായ സംവിധായകൻ കൂടിയായ അമ്പിളി വരച്ച ചിത്രം WCC അവഹേളിക്കുന്നതായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അമ്പിളി പറയുന്നു അത് WCC ആക്ഷേപിക്കാനല്ല, എന്നാൽ അതേസമയം ഈ വിവാദത്തിന്റെ മറവിൽ വന്ന് വ്യാജ പരാതികൾ ഉന്നയിക്കുന്ന സ്ത്രീകളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ ചിത്രം വരച്ചത് എന്നാണ്. പക്ഷെ അപ്പോഴും ആ റിപ്പോർട്ടിന് താഴെ നഗ്നരായ സ്ത്രീകളെ സൂചിപ്പിച്ചിരിക്കുന്നത് അതിജീവിതകളെ മുഴുവൻ അടച്ചാക്ഷേപിക്കലാണോ എന്നതാണ് ചോദ്യം. ദീദി ദാമോദരൻ നമുക്കൊപ്പം ചേരുന്നു. ദീദി ദാമോദരൻ WCC അംഗം. ദീദി ദാമോദരൻ, അമ്പിളി പറയുന്നത് അത് WCC എന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത് വിമൺ സിനിമ ക്യാൻസർ എന്നാണ്, അത് WCCയെ കുറിച്ചല്ല എന്ന് പറയുന്നു. നഗ്നരായ സ്ത്രീകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തലയിലേന്തി നിൽക്കുന്ന ചിത്രം അതിജീവിതകളെ ഉദ്ദേശിച്ചല്ല, വ്യാജ പരാതി ഉന്നയിച്ചവരെ കുറിച്ചാണെന്നും അമ്പിളി പറയുന്നു. അത് വിശ്വസിക്കാൻ കഴിയുമോ താങ്കൾക്ക്? ഇല്ല, ഈ മാക്ടയുടെ 30ാം വാർഷികത്തില് അംഗം പോലും അല്ലാത്ത അദ്ദേഹത്തിനെ അവിടെ ക്ഷണിച്ചാനയിച്ചു കൊണ്ടുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടത്. ഞാൻ മാക്ടയുടെ മെമ്പറാണ്. ഞാൻ ഈ അവസാനത്തെ സബ്സ്ക്രിപ്ഷൻ പോലും അടച്ച മെമ്പറാണ്. എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ പോയിട്ട് എന്നെ ഇൻഫോം പോലും ചെയ്തിട്ടില്ല. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ അവരെ കൃത്യമായിട്ടുള്ള അവരുടെ മെയിലിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. മാക്ടേന്റെ 24 ഫ്രെയിംസിന് അല്ല, അതിന്റെ സുവനീറിൽ മാക്ട
മാക്ടയുടെ ചരിത്രം ഓർമ്മയിൽ നിന്ന് എന്നെ കൊണ്ട് എഴുതിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ആർക്കും അത് ഓർമ്മയിൽ എന്നെ വിളിക്കാൻ മറന്നുപോയതിന് മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ പത്മകുമാർ എന്ന് എന്നെ വിളിച്ചിരുന്നു. അത് ഈ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഈ WCC അംഗത്തിനെ വിളിക്കാതിരുന്നതിൽ ശരിതെറ്റ് ഓർമ്മ വന്നത് എന്ന് തോന്നുന്നു. ശ്രീ പത്മകുമാർ വിളിച്ചിട്ട് അത് വ്യക്തിപരമായിട്ട് അദ്ദേഹം സോറി ചോദിക്കുകയാണ്, അങ്ങനെ അറിയിക്കാൻ മറന്നുപോയതാണ് എന്നൊക്കെ പറഞ്ഞു. ആ കൂട്ടത്തിൽ ഇപ്പൊ ഇദ്ദേഹം പറയുന്ന ഈ ക്യാൻസർ, ഞാൻ അതിന്റെ ഒരു സർവൈവറാണ്. അദ്ദേഹത്തിന് അതുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടായിരിക്കും ഈ സ്ത്രീകളാണ് ക്യാൻസർ എന്ന് വിചാരിച്ചിട്ടുണ്ടാവുക. ആക്ച്വലി തിരിച്ചാണ്. ആ സ്ത്രീകൾ, എനിക്ക് ക്യാൻസർ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ക്യാൻസർ അല്ല എന്നെ ബുദ്ധിമുട്ടിച്ചത്, അതിന്റെ ചികിത്സയായിരുന്നു. എന്റെ കീമോതെറാപ്പിയും റേഡിയേഷനും ഉണ്ടല്ലോ, അതാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് അത് ആക്ച്വലി ക്യൂർ ചെയ്യാനുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് തോന്നുക അതാണ് രോഗം എന്ന് തോന്നും. അത് രോഗമല്ല. രോഗം അവിടെ സുന്ദരമായിട്ട് ശരീരത്തിനുള്ളിൽ എൻ്റെ മരണവും കാത്ത് കിടക്കുകയായിരുന്നു. അതിനെ ട്രീറ്റ് ചെയ്തതാണ് ക്യാൻസർ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയത് ആ ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പൊ നടക്കുന്നത് ഈ സിനിമയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസർ ഉണ്ടല്ലോ, അത് ഡെഡ്ലി ആണ്. അത് കുറെ ആൾക്കാരെ സിനിമയെ തന്നെ ഇല്ലാതാക്കാൻ പോകുന്നതാണ്. അതിന്റെ ട്രീറ്റ്മെന്റ് കീമോതെറാപ്പിയും റേഡിയേഷനും ആണ് അദ്ദേഹം വരച്ച നഗ്നരായിട്ടുള്ള സ്ത്രീകൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെയൊക്കെ നടത്തിയിട്ട് വേണം അത് ക്യൂർ ചെയ്യാൻ. അത് അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പിന്നെ ഇതൊരു പ്രത്യേക ചരിത്ര നിമിഷമാണ് നമ്മൾ തിരിച്ചറിയുന്നുണ്ടല്ലോ, അറിയുന്നുണ്ടാവും. ഓരോരുത്തരും സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഇങ്ങനെ ഒരു ജങ്ചറിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല. അതിലൊരു വലിയ സന്തോഷമുണ്ട്. കാരണം എല്ലാ തരം മുഖംമൂടികളും അഴിഞ്ഞു പോവുകയും പലരും മാളങ്ങളിൽ പോയി ഒളിച്ചിരിക്കുകയും പിന്നെ ഈ വ്യാജ പരാതി വ്യാജ പരാതി തെറ്റാണ്. സിനിമയിൽ ഒരിക്കലും മുഖം കാണിക്കാത്തവർക്ക് എന്താ റൈറ്റ് ഇല്ല എന്നാണോ ഈ ഡയറക്ടർ വിചാരിച്ചു വെച്ചിട്ടുള്ളത്? അതിന് പോലും അവസരം കൊടുക്കാതെ അവരെ പീഡിപ്പിക്കുകയും ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടേണ്ടി വരികയും ഇരുട്ടത്തിരിക്കുകയൊക്കെ ചെയ്യുന്ന സ്ത്രീകളെ പറ്റിയാണ് ആ റിപ്പോർട്ടിലുള്ളത്. അദ്ദേഹം അവിടെ വരച്ചു വെച്ചിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടല്ലോ, അതൊന്നും മറച്ചു നോക്കാൻ പറയണം. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെയൊക്കെ പോലെ തന്നെയുള്ള എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ട് വ്യവസ്ഥ അനുസരിച്ച് കൂലിയും ടേംസും കണ്ടീഷൻസും ഒക്കെ വേണം. നമുക്ക് സേവന വേതന വ്യവസ്ഥ വേണമെന്നാണ് അദ്ദേഹം അവിടെ ആക്ഷേപിച്ച് വരച്ചു വെച്ച റിപ്പോർട്ടിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത്. അതിൽ ഭക്ഷണം കഴിക്കാതെ ഉള്ള ആൾക്കാരെ പറ്റിയൊക്കെ ഈ നഗ്നരായ സ്ത്രീകൾ പൊക്കി പിടിച്ച റിപ്പോർട്ടിനകത്ത് ഉണ്ട് എന്നറിയാൻ അദ്ദേഹം അത് മറച്ചു നോക്കുകയേ വേണ്ടൂ. അദ്ദേഹം മാപ്പ് പറയേണ്ടതല്ലേ ദീദി? അദ്ദേഹം എന്താണ് ഇവിടെ ഈ ഭൂമിയിൽ അദ്ദേഹത്തിന്റെ സേവനം എന്താണ്, കോൺട്രിബ്യൂഷൻ എന്താണ് മനുഷ്യരാശിയോട്, അതിന്റെ പാതിയിലധികം വരുന്ന സ്ത്രീകളോടൊക്കെ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് സ്വയമേ വെളിപ്പെടുത്തി നിൽക്കുന്ന അദ്ദേഹം ഇനി എന്ത് മാപ്പ് ചോദിക്കാനാണുള്ളത്? അദ്ദേഹം എന്താണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി നിൽക്കുന്ന ഒരു മുഹൂർത്തമാണ് നമ്മൾ കാണുന്നത്. അത് അദ്ദേഹം ചെയ്യുന്നതിൽ കൂടെ തന്നെ സ്വയം വെളിപ്പെടുത്തി കഴിഞ്ഞല്ലോ. ഇനി ഒരു മാപ്പിലൊന്നും ഒരു കാര്യമില്ല. അമ്പിളി, താങ്കൾ കേട്ടുവല്ലോ വാക്കുകൾ? ഞാൻ കേട്ടു അരുൺകുമാർ. ഈ ധന്യ എന്ന് പറയുമ്പോൾ ഞാൻ ആ ധന്യയുടെ പല തരത്തിലുള്ള ധന്യല്ല, ഇത് ദീദി ദാമോദരനാണ്, WCCയിലെ ദീദി ദാമോദരൻ, കുട്ടിയാണ്. ഒരു ക്യാൻസർ സർവൈവറാണ്, സിനിമയിലെ ക്യാൻസറിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. ഞാൻ പറയാം, അരുൺ പറഞ്ഞേ, അമ്പിളി അല്ല ആദ്യമായിട്ട് ഒരു പെയിന്റിങ്ങിൽ ഒരു നക്ഷത്രം വരയ്ക്കുന്നത്. ഇവിടെ രാജാരവി വർമ്മയും അതേപോലെ തന്നെ മൈക്കലാഞ്ചലോയും ഇതിലേക്ക് കൊണ്ടുവരില്ലേ ഏറ്റവും കൂടുതൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്തത് ആ റിപ്പോർട്ട് താങ്ങിപ്പിടിച്ച് നിൽക്കുന്ന നഗ്നരായ സ്ത്രീകളെന്ന് നിങ്ങൾ പറയാൻ ശ്രമിച്ചത്. നമ്മൾ ഈ ദയവുചെയ്ത് അങ്ങനെ കേൾക്കൂ. അങ്ങക്ക് ഇനിയും അതിന്റെ ആഴം മനസ്സിലാക്കിയിട്ടില്ല, അതിന്റെ ആഴം മനസ്സിലാക്കിയിട്ടേ ഇല്ല. ദീദി ദാമോദരൻ പറയുന്നത് ഒരു മാപ്പ് പോലും താങ്കളിൽ നിന്ന് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ താങ്കൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നുവെന്നാണ്. ഞാൻ എങ്കിലും ചോദിക്കുന്നു, ഒരു സംവിധായകൻ എന്ന നിലയിൽ, ഒരു ചിത്രകാരൻ എന്നൊരു കലാകാരൻ എന്ന നിലയിൽ ഈ സമൂഹത്തോട് എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അമ്പിളി, ആ റിപ്പോർട്ട് താങ്കൾ തുറന്ന് എപ്പോഴെങ്കിലും അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അമ്പിളി വായിച്ചിരുന്നു? അമ്പിളി, ആ റിപ്പോർട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗം താങ്കൾ വായിച്ചിരുന്നില്ല? ആ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നത്, എനിക്ക്
എനിക്ക് ആ റിപ്പോർട്ട് നോക്കേണ്ട കാര്യമില്ല. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അല്ല അവിടെ നിങ്ങൾ തുറന്നു പോലും നോക്കാതെ ആ റിപ്പോർട്ടിനുള്ളിൽ തൊഴിലവകാശങ്ങളെ കുറിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന ശുചിമുറികളില്ലായ്മയെ കുറിച്ച് ആർത്തവ സമയത്ത് പോലും തൊഴിലിടങ്ങളിൽ നിഷേധിക്കപ്പെടുന്ന നീതിയെ കുറിച്ച് തുല്യവേതനം പോയിട്ട് മിനിമം വേതനം പോലും ഉറപ്പാക്കാനാവാത്ത ജൂനിയർ ആർട്ടിസ്റ്റുകളെ കുറിച്ച് ആത്മാഭിമാനം നഷ്ടപ്പെട്ട രീതിയിൽ പണിയെടുക്കുന്ന സ്ത്രീകളെ കുറിച്ച് ആ റിപ്പോർട്ടിലുണ്ട്. അമ്പിളി എന്തുകൊണ്ടത് നോക്കിയില്ല? നോക്കാതെ എങ്ങനെ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാൻ അമ്പിളിക്ക് സാധിച്ചു? അമ്പിളി അത് ചെയ്യാദ്യം അല്ലല്ല, ചിത്രം വരയ്ക്കുക എന്നുള്ളത് അതിൻ്റെ പേര് ഞാൻ ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവരെന്തിനാണ് ക്ഷണിച്ചു വരുത്തി? അവർ മാറ്റം പറഞ്ഞിട്ടില്ല ഇന്ന ചിത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. ഞാൻ വല്ല കാക്കയും പൂച്ചയും പൂമ്പാറ്റം വരയ്ക്കാൻ വന്നതല്ല. മേക്കയുടെ വാർഷികത്തിന് സിനിമയെ സംബന്ധിച്ച് സിനിമ ഇപ്പം നേരിടുന്ന വളരെ പുഴുക്കത്ത് ക്യാൻസർ, സിനിമ നേരിടുന്ന ക്യാൻസർ സ്ത്രീകളാണോ അമ്പിളി? സിനിമ നേരിടുന്ന ക്യാൻസർ സ്ത്രീകളാണോ അമ്പിളി? അതുകൊണ്ട് അതിനകത്ത് ധന്യാരാമനോ അതല്ലെങ്കിൽ 51 മറ്റു സ്ത്രീകൾ ഇതിനകത്തില്ല. ആ 3 സ്ത്രീകളെ വരച്ചത് അതിനകത്ത് ധന്യാരാമനോ മറ്റു സ്ത്രീകളെ അല്ല. അത് എന്റെ ഒരു കണ്ടിട്ടില്ല. അമ്പിളി ഒരു നിഗമനത്തിലെത്തി, സ്ത്രീകളാണ് സിനിമയിലെ ക്യാൻസർ. അതല്ലേ അമ്പിളി യാഥാർത്ഥ്യം? സ്ത്രീകളാണോ സിനിമയിലെ ക്യാൻസർ? ഒറ്റ ചോദ്യമേ ഉള്ളൂ, താങ്കൾ അതിന് മറുപടി പറയൂ. സ്ത്രീകളാണോ സിനിമയിലെ ക്യാൻസർ? അതല്ലെങ്കിൽ എന്തുകൊണ്ട് വിമൺ സിനിമ ക്യാൻസർ എന്ന് താങ്കൾ എഴുതി? ക്യാൻവാസിൽ അല്ലല്ല, അതെ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. ഞാനൊരു ക്യാൻവാസിൽ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് O എന്ന് വായിക്കാം, വേറൊരാൾക്ക് അത് 0 എന്ന് വായിക്കാം. അമ്പിളി ഇതിന് ഉത്തരാധുനിക വ്യാഖ്യാനങ്ങളൊന്നും അമ്പിളി ഈ ചിത്രത്തിൽ നിൽക്കില്ല. ഉത്തരാധുനികത പോയിട്ട് ആധുനികതയുടെ പോലും വാതിൽ കടക്കാത്തൊരു ചിത്രമാണ് താങ്കൾ വരച്ചു വെച്ചിരിക്കുന്നത്. അതിന്റെ ആഴത്തിൽ ഞാനത് പോകുന്നില്ല, കാര്യം ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു ചിത്രമേ അല്ല. ഇതൊരു പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാട് കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അമ്പിളിക്ക് ഇപ്പോഴും തൃപ്തികരമായി വിശദീകരിക്കാൻ പറ്റാത്ത 3 ചോദ്യങ്ങളുണ്ട്. ചോദ്യം 1, താങ്കൾക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചിട്ടുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചിട്ടുണ്ടോ? ഇല്ല. വായിക്കാതെ ഒരു റിപ്പോർട്ടിനെ താങ്കൾ എങ്ങനെയാണ് ആ ചിത്രത്തിൽ ചിത്രീകരിക്കുക? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ റിപ്പോർട്ട് അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്റെ മുകളിൽ എഴുതിയുണ്ടോ? ആ റിപ്പോർട്ടും എഴുതിയുണ്ടോ? പിന്നെ ഈ റിപ്പോർട്ട് ഏത് റിപ്പോർട്ടാണ്? എഴുതിയിട്ടുണ്ടോ? ഈ റിപ്പോർട്ട് ഏത് റിപ്പോർട്ടാണ്? ഈ നിൽക്കുന്ന 3 പെണ്ണുങ്ങളെ സ്ത്രീകളെ സംബന്ധിച്ച് സിനിമയെ സംബന്ധിച്ചുള്ള ഏത് റിപ്പോർട്ട്? അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ടാണോ? അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ടാണോ അമ്പിളി? അല്ല, ആ റിപ്പോർട്ട് എൻ്റെ മനസ്സിൽ ഒരു ഇപ്പൊ ഇവിടെ വന്ന് വിഴുപ്പലക്കുന്നവരെ കുറിച്ചിട്ടുള്ള മാനസിക നിലവാരത്തെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് എന്റെ മനസ്സിലുള്ളത്. ഒരു സ്ത്രീയുടെ പേരിൽ സിനിമാ മേഖല അറിയപ്പെടുന്ന ഏത് റിപ്പോർട്ടാണ്? എന്റെ ഒരു സ്ത്രീയല്ല പറ്റുകൾ നിങ്ങൾ നോക്കുക. M. ഹുസൈന്റെ ഒരു പുസ്തകം റിപ്പോർട്ട് ഞാൻ കൊടുത്തയക്കാം. താങ്കൾ റിപ്പോർട്ട് എഴുതുന്നു, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്, അതൊരു സ്ത്രീയാണ്. അതൊരു ചോദ്യം. രണ്ടാമത്തെ, സിനിമയിലെ ക്യാൻസർ സ്ത്രീകളാണോ? അല്ലല്ല. സിനിമയിലെ സ്ത്രീകൾ ക്യാൻസർ ആണോ? സിനിമയിലെ സ്ത്രീകൾ ക്യാൻസർ ആണോ? അല്ല, എല്ലാവരും ഉണ്ട്. പിന്നെ താങ്കൾ വിമൺ സിനിമ ക്യാൻസർ എന്ന് എഴുതിയത് എന്ത് ഉദ്ദേശത്തിലാണ്? അല്ല, അത് 30 വർഷം മുമ്പ് നടന്നത് അന്ന് പറയേണ്ടതോ അല്ലെങ്കിൽ അതിന്റെ ഒരാഴ്ചക്കുള്ള നമ്മളല്ലോ തീരുമാനിക്കാൻ. കോടതികളില്ലേ, കോടതിയിൽ അതിനുള്ള സംവിധാനങ്ങളില്ലേ? താങ്കൾ ഒരു ചിത്രകാരൻ എന്ന നിലയിൽ താങ്കൾ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതൊരു സന്ദേശമല്ലേ? ആ സന്ദേശം പ്രതിഫലിപ്പിക്കുന്ന ആശയത്തെ താങ്കൾ ഗൗരവത്തോടു കൂടി കാണണ്ടേ? മൂന്നാമത്തെ ചോദ്യം, താങ്കൾ ഈ ചിത്രം വരച്ചത് ആർക്ക് വേണ്ടിയാണ്? താങ്കൾ ഈ ചിത്രം വരച്ചത് ആർക്ക് വേണ്ടിയാണ്? അതിജീവിതകൾക്ക് വേണ്ടിയാണോ അതോ വേട്ടക്കാർക്ക് വേണ്ടിയാണോ? സ്ത്രീകൾക്ക് വേണ്ടിയാണ്. സ്ത്രീകൾ സിനിമയിലെ ക്യാൻസർ എന്ന് പറഞ്ഞ് താങ്കൾ ഒരു ചിത്രം വരച്ചത് സ്ത്രീകൾക്ക് വേണ്ടിയാണ്. സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ്. സിനിമ നിലനിൽക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. താങ്കൾ ഒരു ചിത്രകാരനാണ് എന്ന ബഹുമാനത്തോടു കൂടി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് മറ്റതിഥികളിലേക്ക് കൂടി ഒന്ന് വളരെ വേഗം പോയി വരാം. നമുക്കൊപ്പം രാഹുൽ ഈശ്വറുണ്ട്. രാഹുൽ ഈശ്വർ, ഈ ചിത്രത്തെ താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ പിന്തുണയ്ക്കാൻ കഴിയുന്നുണ്ടോ? പെട്ടെന്ന് 3 പോയിന്റ്സ്. ഒന്ന്, ശ്രീ അരുൺകുമാറിനുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് ആദ്യം. അതായത് ഇത് ഈ വളരെ സെൻസിറ്റീവായ വിഷയം, അതായത് ശ്രീ മുകേഷിന്റെയും ബാബുരാജിന്റെയും നിവിൻ പോളിയുടെയും അടക്കം ശ്രീ അരുൺകുമാറും റിപ്പോർട്ടറും അടക്കം ഫെയർ ആൻഡ് ബാലൻസ്ഡ് ആയി കവർ ചെയ്തു. അതിന് അങ്ങേക്കൊരു നന്ദി പറയാൻ ആഗ്രഹിക്കും. അത് എല്ലാവരുടെയും ഈ സിനിമാ മേഖലയുടെ അടക്കമുള്ള അഭിപ്രായം ചോദിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു ഫെയർ ആൻഡ് ബാലൻസ്ഡ് കാര്യമെങ്കിലും ഇത് കൊണ്ടുവന്നത് വളരെ സ്വാഗതാർഹമാണ്. 2, ഞാനൊരു പുരുഷവാദിയാണ്. അമ്പിളി സാറ് പറയുന്ന എല്ലാ കാര്യങ്ങളോടും യോജിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ WCC ഈ വിഷയങ്ങളിൽ
വിഷയങ്ങളിൽ എടുത്ത നിലപാട് വളരെ അഭിനന്ദനാർഹവും സംയമനവും സമയവും പാലിച്ചാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ WCCക്കെതിരെ പോലും പലപ്പോഴും ആക്രമണം ഉണ്ടായി നമ്മൾ ആലോചിക്കണം. WCC ഈ കാര്യത്തിൽ ചാമ്പ്യൻ ചെയ്തെങ്കിലും അവർ അവസാനത്തിലേക്ക് നിലപാടെടുക്കുന്ന സമയത്തിലേക്ക് സമവായത്തിന്റെ സ്വരവും സമന്വയത്തിന്റെ സ്വരവും ഒരു റെസ്ട്രെയിനിന്റെ സ്വരവും വന്നു. ഞാനും ദീദി മാഡവും തമ്മിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രെയിൻ യാത്ര നടത്തിയിട്ടുണ്ട്. മാഡത്തിന്റെ ഫാമിലിയും ഉണ്ടായിരുന്നു. വളരെ റീസണബിൾ പൊസിഷൻസ് ആണ് പലപ്പോഴും അവർ പറഞ്ഞത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് WCC ഇനി അമ്പിളി സാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ആശയപരമായി യോജിക്കുമ്പോഴും ഇനി WCC എന്ന വാക്ക് അവിടെ എഴുതി ആർക്കെങ്കിലും തെറ്റിദ്ധാരണ മൂലം അവർക്കൊരു വിഷമം ഉണ്ടായെങ്കിൽ അങ്ങൊരു ഖേദം പ്രകടിപ്പിക്കുന്നത് അങ്ങയുടെ ഔന്നത്യം കൂട്ടുകയുള്ളൂ. അതായത് ക്യാൻസർ പോലുള്ള വാക്കുകൾ, പ്രത്യേകിച്ച് ക്യാൻസർ വളരെ മാരകമായ രോഗമാണ്, നഗ്ന ചിത്രങ്ങൾ WCC എന്ന് എഴുതി വെക്കുക, അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാം. അങ്ങ് പറഞ്ഞ വാദങ്ങളൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ശക്തിയോടെ പറയുന്ന ഒരു വ്യക്തിയാണ്. അതായത് പുരുഷന്മാർ പലപ്പോഴും വേട്ടയാടപ്പെടുന്നു, സ്ത്രീകൾ അനാവശ്യമായി, ചില സ്ത്രീകളെങ്കിലും വ്യാജമായി പരാതിപ്പെടുന്നു, ചില പരാതികൾ വ്യാജമാണെന്ന് പ്രകടമായി തെളിയുന്നു. പക്ഷേ എന്നിരിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും WCC കാണിച്ചൊരു മാതൃകയും മിതത്വവും പല കാര്യങ്ങളിലും കാണിക്കണം. അങ്ങ് ഉദ്ദേശം ആയിരിക്കില്ല എഴുതിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ തെറ്റിദ്ധാരണയാണെങ്കിൽ പോലും അവർക്ക് വിഷമം ഉണ്ടായെങ്കിൽ ഒരു ഖേദം പ്രകടിപ്പിക്കുന്നത് അത് നമ്മുടെ ഔന്നത്യം കൂട്ടുകയുള്ളൂ. അതാണ് ദീദി ദാമോദരൻ മാഡത്തെ പോലും വേണ്ടെന്ന് പറഞ്ഞ് നമുക്ക് നല്ലത്. ഈ ചിത്രം വരച്ചിട്ട് തെറ്റിദ്ധാരണയും വിഷമവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ താങ്കൾ ഖേദിക്കുന്നുണ്ടോ അമ്പിളി? ഈശ്വർ, ഞാൻ ഇതിനകത്ത് ഒരു ഖേദവും, ഞാനിത് ചിത്രം വര തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറെ കഴിഞ്ഞു. 7-18 ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഒരുപാട് ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട് സ്ത്രീകളുടെ. ഞാൻ എൻ്റെ അടുത്ത് അന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ എൻ്റെ ഒരു എക്സിബിഷൻ ഡേവിഡ് ഹാളിൽ ഫോട്ടോ വെച്ച് നടന്നു. ഒരു ചാനൽ റിപ്പോർട്ട് അന്ന് ആ ചാനലുകൾ എല്ലാവരും എന്നോട് പങ്കെടുത്ത എല്ലാ ചാനലുകളും എന്നോട് ചോദിച്ചൊരു കാര്യം, എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞത്, സ്ത്രീകളെ പ്രകൃതിയുമാണ് ഏത് ചിത്രകാരൻ്റെയും. അവന്റെ അതാണ് ഒരു ഐഡിയോളജിക്കലായിട്ട്. എന്റെ ചോദ്യം, അങ്ങ് ഈ ചിത്രത്തിലൂടെ ഒരു തെറ്റിദ്ധാരണ WCCക്കും അതിജീവിതകൾക്കും എതിരെ അങ്ങ് ഈ ചിത്രം വരച്ചു എന്നൊരു സന്ദേശം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിന് ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ താങ്കൾ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനത് മാപ്പ് പറയുന്ന പ്രശ്നമില്ല. ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഉദ്ദേശിച്ച് പറിച്ചില്ല. അങ്ങനെയാണെങ്കിൽ മാപ്പ് പറയാൻ ഒരുക്കമല്ല, അതിൽ അദ്ദേഹം ഖേദിക്കുന്നില്ല, അതിലൊരു തെറ്റും അദ്ദേഹം കാണുന്നില്ല. രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് പൂർണ്ണമായും യോജിക്കുന്നു. ഈ ചിത്രം എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത്? രാഹുൽ ക്ഷമിക്കണം, ധന്യ. ഇല്ലല്ല, സ്ത്രീകളുടെ നഗ്ന ശരീരം സ്ത്രീകളുടെ നഗ്ന ശരീരം. അമ്പിളി ഒരു നിമിഷം ധന്യ ഒന്ന് കേട്ടുവരാം. അത് അമ്പിളി പറയുന്നത്, അമ്പിളി 70 എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ വരയ്ക്കുന്ന ആളാണ്. പക്ഷെ എത്രയോ വരയ്ക്കുന്ന ആളായിരിക്കും, പക്ഷെ തലയ്ക്കകത്ത് ബോധം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത്, ഒരു 50-ലധികം സ്ത്രീകൾ പോയിട്ട് അവരെ ലൈംഗിക ചൂഷണം അടക്കം പോട്സോ കുഞ്ഞു കുട്ടികളെ പോലും ഈ സിനിമയിൽ വെറുതെ വിടുന്നില്ല. ഞാൻ സംസാരിക്കട്ടെ ഇങ്ങനെ വേവാതെ ഉള്ള കാര്യം പറയുമ്പോ ഇങ്ങനെ വേവാ. ഇതൊക്കെ തന്നെയാണ് തന്റെയൊക്കെ കുഴപ്പം. സംസാരിക്കാൻ വിടത്തില്ല. സംസാരിക്കട്ടെ. തന്റെ ബോധം തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിക്കാതെ ഇവിടെ നടിമാരല്ല സഹനടിമാര് വന്ന് പരാതി പറഞ്ഞ് തനിക്ക് വലിയ പൊള്ളലുണ്ടായി. തന്റെ വീട്ടിലെ സ്ത്രീകളെ ജോലിക്ക് പോകുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തന്റെ വീട്ടിലെ സ്ത്രീകളെ ജോലിക്ക് പോകാതെ താൻ കൊണ്ടുപോയിട്ട് ജീവിക്കുന്നവരായിരിക്കും. പക്ഷെ ഈ സമൂഹത്തിലുള്ള എല്ലാ വിഭാഗത്തിലുള്ള സ്ത്രീകളും തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ്. 80% സ്ത്രീകളും തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ്. അപ്പൊ ജോലിക്ക് പുറത്തു പോകുന്ന സ്ത്രീകൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിൽ വലിപ്പ ചെറുപ്പമില്ല, അതിൽ അവരുടെ അങ്ങനെയുള്ള എല്ലാവർക്കും തൊഴിൽപരമായും അവർക്ക് മൗലിക അവകാശമുണ്ട്. അത് പറയാനുള്ള മൗലിക അവകാശത്തെയാണ് അമ്പിളി എന്ന് പറയുന്ന താങ്കള് അപമാനിച്ചു വിട്ടത്. അതായത് പ്രധാനപ്പെട്ട നടികളല്ല. 52 പേര് മൊഴി കൊടുത്തതിൽ താങ്കൾക്ക് വിഷമമില്ല. 2-3 സ്ത്രീകൾ വന്ന് പൊതുസമൂഹത്തിൽ അവർ മീഡിയയ്ക്ക് മുമ്പിൽ അവർ സംസാരിച്ചതാണ് താങ്കൾക്ക് ഈ കാബാലികന്മാരെ കുറിച്ച്, സിനിമയിലെ കാബാലികന്മാരെ കുറിച്ച് താങ്കൾക്ക് ഒരു കുറ്റബോധവും തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഒരു കാപട്യമാണ് നിങ്ങളിലെ ചിത്രകാരൻ, കപടമാണ്. താങ്കൾ ഒരു കാപട്യക്കാരനാണ്. സ്വന്തം വീട്ടിലെ സ്ത്രീകളെ പോലെ
എന്റെ കുടുംബത്തെയും എന്റെ ബുദ്ധിയെ കുറിച്ച് സംസാരിക്കരുത്. ധന്യാരാമൻ വലിയ വാദവും നടത്തിക്കുന്ന തന്നെക്കാൾ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് മനസ്സിലായ ധന്യരാമൻ എന്റെ കുടുംബത്തെ കുറിച്ച് പറയാനായിട്ട് ധന്യരാമൻ ഇനിയൊരു 5 ജന്മം കഴിയണം. മനസ്സിലായ ആ പെയിന്റിങ്ങിനെ കുറിച്ച് സംസാരിക്കും. ആ പെയിന്റിങ്ങിനെ കുറിച്ച് സംസാരിക്കും. നിങ്ങൾ എന്റെ കുടുംബത്തെ കുറിച്ച് സംസാരിക്കല്ലേ? കക്ഷികളല്ലാത്ത ഒരു സ്ത്രീകളെ നമുക്ക് ചർച്ചയിലേക്ക് വലിച്ചെടുക്കേണ്ടതില്ല. രാഹുൽ ഒരു വാചകം പ്ലീസ്. ഒരു കാര്യം അല്ല, ധന്യാജിയുടെ ഔട്ട്റേജ് മനസ്സിലാക്കുന്നു. ഒരു വരി മാത്രം ധന്യാജിയുടെ ഔട്ട്റേജ് മനസ്സിലാക്കുന്നു. ഒരു കാര്യം ധന്യ, ഒരു നിമിഷം അമ്പിളി, ഒരു നിമിഷം രാഹുൽ എന്ന് പറയട്ടെ. ഒരു കാര്യം മാത്രം, ധന്യാജി നമ്മളെല്ലാം ചർച്ചയിലിരിക്കുന്നതാണ്. ധന്യാജി വളരെ പാഷനേറ്റ് ആണ്, ആ ഔട്ട്റേജ് മനസ്സിലാക്കുന്നു. പക്ഷെ ഒരു കാര്യം, കഴിയുന്നതും കുടുംബത്തെ അല്ല അദ്ദേഹത്തെ തന്നെ നമുക്ക് വാദഗതികളിലൂടെ ഒരു കാര്യം മാത്രം സാറല്ല സാർ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, WCC വളരെ രജിസ്റ്റേർഡ് ആയി പ്രമുഖമായ ഒരു സംഘടനയാണ്. രണ്ട് നമ്മുടെ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു കമ്മ്യൂണിറ്റി, നമ്മുടെ കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. അപ്പൊ അത് ഹേമ കമ്മിറ്റി ആണെന്നാണ് ഞാനടക്കം ആദ്യം വിചാരിച്ചത്. ഞാൻ തുറന്നു പറയുകയാണ്, ഹേമ കമ്മിറ്റിയാണ്. കാര്യം അവിടെ ഒരു വലിയ റിപ്പോർട്ടുണ്ട്. അമ്പിളി വരച്ചു വെച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആ ചിത്രം കണ്ടാൽ അതാണല്ലോ മനസ്സിലാവുക. അതിൽ മറ്റൊരു അദ്ദേഹത്തിന് വിശദീകരണവുമില്ല. ഞാൻ അതാണ് അമ്പിളി എടുത്ത് 3 തവണ ചോദിച്ചത്. ആ റിപ്പോർട്ട് ഏത് റിപ്പോർട്ടാണ് ഉദ്ദേശിച്ചത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ മറ്റേത് കമ്മിറ്റി റിപ്പോർട്ടാണ് താങ്കൾ ഉദ്ദേശിച്ചത്? താങ്കളുടെ ഭാവനയിൽ നിന്ന് റിപ്പോർട്ട് വരാൻ കഴിയില്ലല്ലോ. ഈ വർത്തമാനകാല സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയുമായി ചർച്ച ചെയ്യുമ്പോൾ താങ്കൾക്ക് ഭാവനയിൽ നിന്നൊരു കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. ഒരു റിക്വസ്റ്റ് കേൾക്കണം. ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ എന്റെ ഒരു റിക്വസ്റ്റ് അങ്ങ് കേൾക്കണം. അമ്പിളി സാർ, എന്റെ ഒരു റിക്വസ്റ്റ് അങ്ങ് കേൾക്കണം. അതായത് ഞാൻ അടക്കമുള്ള ആൾക്കാർ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആണെന്നാണ് മനസ്സിലാക്കിയത്. എനിക്ക് കലയെ കുറിച്ച് വലിയ അറിവും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ അവിടെ ഒരു റിപ്പോർട്ട് കാണുമ്പോൾ ഹേമ കമ്മിറ്റി എന്നല്ലേ നമ്മൾ ധരിക്കുകയുള്ളൂ, വേറൊരു റിപ്പോർട്ടും ധരിക്കില്ല. രണ്ട്, WCCയോട് ആശയപരമായി അവരോട് ഫൈറ്റ് ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ. സ്വാഭാവികമല്ലേ? അമ്പിളി നേരത്തെ പ്രതികരിച്ചിട്ട് പലതും പുറത്ത് കേട്ടില്ല. അമ്പിളി ഒരു മിനിറ്റിനുള്ളിൽ പറഞ്ഞു. ഒരു വഴിയിൽ വെച്ച് ഒരു യാത്രയിൽ ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അവള് നല്ലവളാണോ ചീത്തയെന്ന് തീരുമാനിക്കുന്നത് ആ മനുഷ്യന്റെ മനസ്സിന്റെ നിലയാണത്. ആ മനസ്സിന്റെ നില വെച്ചിരിക്കും. മനസ്സിലായില്ല. വഴിയിൽ ഒരു സ്ത്രീ രാത്രിയിൽ കണ്ടാൽ നല്ലവളാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാണ്? അതാണ് ഞാൻ തിരിച്ചത്. രാത്രിയിടങ്ങളിൽ തൊഴിലിടങ്ങളിലൊക്കെ പണിയെടുക്കുന്ന ഒരുപാട് സ്ത്രീകൾ ജീവിക്കുന്ന ലോകമാണിത്. അവിടെ ഒരു സ്ത്രീയെ നമുക്ക് മോശമെന്നോ നല്ലതോ എന്നോ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സ്ത്രീയെ നല്ലതെന്നോ മോശമെന്നോ വ്യാഖ്യാനിക്കാൻ കഴിയുക? എന്താണ് നിങ്ങളുടെ അളവുകോൽ? എന്താണ് നിങ്ങളുടെ അളവുകോൽ? ഇന്ന് ഇവിടെ വന്ന് ചർച്ച നടത്തുന്ന ഈ ധന്യരാമൻ എന്ന് പറയുന്ന സഹോദരി, ആ സഹോദരി ഈ ചർച്ചയിലില്ലാത്ത എന്റെ വീട്ടുകാരെയും കാരണം അവര് പറഞ്ഞത് കുടുംബത്തിലുള്ള സ്ത്രീകൾ ഈ ദുഃഖം അനുഭവിക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവൂ എന്നാണ്. ഈ ചർച്ചയിൽ ഈ ചിത്രത്തിൽ പങ്കാളികളല്ലാത്ത ആരെയും നമുക്ക് അതിലേക്ക് വലിച്ചെടുക്കേണ്ടതില്ല. ധന്യ, അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു ധന്യ എന്ന് പറയുന്ന ചില പേരുടെ മനസാക്ഷിയാണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത്. ധന്യ ഉൾപ്പെടെയുള്ള ചിലരുടെ അത് WCC അംഗങ്ങൾ ആരും ഞാൻ പറയില്ല, ഒരാളും ഞാൻ പരാതി പറയില്ല. സ്ത്രീ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ധന്യ എന്ത് വിളിച്ചു? അല്ല, ആ മനസ്സ് നിങ്ങൾ ധന്യയാണോ വരച്ചു വെച്ചിരിക്കുന്നത്? ആരാണ് ധന്യ എന്നാണ് നിങ്ങളുടെ വിചാരം? അമ്പിളി ധന്യയെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകളെ നിങ്ങൾക്ക് ഈ പൊതുമധ്യത്തിൽ നഗ്നചിത്രം വരച്ച് ആക്ഷേപിക്കാനുള്ളതാണോ? ധന്യരാമൻ ഞാൻ മറിച്ചിട്ടുണ്ടോ? ഒരു സ്ത്രീയെയും പറയാനുള്ള അവകാശം തനിക്കില്ലടോ. ധന്യരാമനെ വെച്ച് വരയ്ക്കണമെങ്കിൽ ശരി അമ്പിളി, ഞാൻ ഒരിക്കൽ കൂടി അമ്പിളിയോട് ചോദിക്കുന്നു.
അമ്പിളി, താങ്കൾ ആ അല്ല, ചിത്രം എനിക്കും വരച്ചത് അദ്ദേഹത്തോട് അത്യന്തം request ചെയ്യാൻ ഒരു അവസരം തരണം. പ്രതിലോമകരമായ ഒരു സാമൂഹിക അനുഭവമാണ്. അത്യന്തം പിന്തിരിപ്പനായ ഒരു ആശയത്തെയാണ് അത് ചിത്രം പ്രതിനിധാനം ചെയ്യുന്നതെന്നാണ് പരക്കെയുള്ള വിമർശനം. താങ്കൾക്ക് ആ ചിത്രവുമായി മുന്നോട്ട് പോകാം, ആ ചിത്രത്തിലെ ആശയവുമായി മുന്നോട്ട് പോകാം. അതിൽ WCC ആക്ഷേപിക്കുന്നതും അതിജീവിതകളെ ആക്ഷേപിക്കുന്നതും പൊതുസമൂഹത്തിന് സ്വീകാര്യമല്ല. അതുകൊണ്ടാണ് ഇന്നൊരു വാർത്തയെ തീരുന്നതും ഇന്ന് ഈ ചർച്ചയിൽ അങ്ങയുടെ ഭാഗം കേൾക്കാൻ ഞങ്ങൾ അങ്ങയെ ക്ഷണിച്ചിരിക്കുന്നതും. ഒരിക്കൽ കൂടി ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, താങ്കളുടെ ചിത്രം കൊണ്ട് പ്രകോപനമുണ്ടായിട്ടുള്ള താങ്കളുടെ ചിത്രം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനിടയാക്കിയിട്ടുണ്ടെങ്കിൽ താങ്കൾ ഖേദപ്രകടനം നടത്തുന്നുണ്ടോ? ഒരിക്കൽ കൂടി എന്റെ ചോദ്യം അമ്പിളി. ഒരു ഖേദപ്രകടനം ഈ കാര്യത്തിലില്ല. തല പോയാൽ പോലും കാരണം ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല. എന്റെ ആശയം, എന്റെ മനസാക്ഷി, അതിനനുസരിച്ച് ഈ മലയാള സിനിമ തകർന്നുകൊണ്ടിരിക്കുന്നു. ഈ പെണ്ണുങ്ങൾ വന്ന് മലയാള സിനിമയെ തകർക്കുന്നത് ആരാണ്? തകർക്കുന്നത് ധന്യരാമനെ പോലുള്ള മലയാള സിനിമയും തമ്മിൽ എന്തു ബന്ധം? പിന്നെ ഞാനേ ധന്യരാമൻ ഒരു വനിതാ ആക്ടിവിസ്റ്റ് മാത്രമാണ്. അതാ ഞാൻ ചോദിക്കുന്നത്. എന്റെ പൊന്നമ്പിളി, കടലേതാ കടലാടി ഏതാന്ന് അറിയാതെ ചിത്രം വരയ്ക്കല്ലേ? ഒരു ആക്ടിവിസ്റ്റ് ശരി 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 അമ്പിളി, നിങ്ങളുടെ തെറ്റിദ്ധാരണ എന്താണ് പൊതുസമൂഹത്തിന് ബോധ്യമായി കഴിഞ്ഞു. അത് രീതി പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ല. ഈ സമൂഹത്തെ, സിനിമാ ലോകത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറിനെതിരെ പോരാടുന്ന അതിജീവിതകളെ നിങ്ങൾ ഇനിയെങ്കിലും ഇങ്ങനെ ആക്ഷേപിക്കരുതെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അമ്പിളി, എല്ലാ ബഹുമാനത്തോടും കൂടി നന്ദി ശ്രീ അമ്പിളി, നന്ദി ധന്യരാമൻ, നന്ദി രാഹുൽ ഈശ്വർ.